ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടിയ അഫ്രിനാണ്. അഫ്രിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അഫ്രിൻ +2 ഏത് സ്ട്രീം ആയിരുന്നു എടുത്തിരുന്നത്? ഞാൻ +2 സയൻസ് സ്ട്രീമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ +2 പഠിക്കുമ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നോ ഇങ്ങനെ നഴ്സിംഗ്? എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു നഴ്സിംഗ് ചൂസ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ സയൻസ് സ്ട്രീം എടുത്തത്. +2 സയൻസ് സ്ട്രീം അല്ലാതെ വേറെ സ്ട്രീം പഠിച്ചാലും നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പോസിബിൾ ആണെന്ന് അറിയാവോ? ഇല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ജർമ്മൻ പഠിക്കുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. എന്തുകൊണ്ടാണ് നഴ്സിംഗിന് വേണ്ടിയിട്ട് ജർമ്മനി ചൂസ് ചെയ്തത്? ജർമ്മനിയിൽ നഴ്സുമാർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 1 ലക്ഷത്തിന് മേളിൽ സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് ചെയ്യാൻ ചൂസ് ചെയ്തത്. അഫ്രിനപ്പോൾ +2 കഴിഞ്ഞപ്പോൾ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയായിരുന്നു? അതെ, ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം വിത്തിൻ 9 മന്ത്സോടുകൂടി ഞാൻ B2 ഫുൾ മോഡ്യൂൾ ടെൽക്കിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. എങ്ങനെയാണ് സ്കൈഹോക്കിനെ കുറിച്ച് അറിഞ്ഞത്? എൻ്റെ ഫ്രണ്ട് വഴിയാണ് സ്കൈഹോക്കിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു സ്കൈഹോക്കിൻ്റെ ഒരു സർവീസ്? എനിക്ക് വളരെ നല്ലതായിരുന്നു സ്കൈഹോക്കിൻ്റെ സർവീസസ്. ഞാൻ ഇവിടെ പ്രോസസ്സിങ്ങിന് എഴുതുന്നത് മെയ്യോട് കൂടിയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കിട്ടുകയും ജൂൺ ലാസ്റ്റോട് കൂടി എൻ്റെ ഓഫർ ലെറ്റർ റിസീവ് ചെയ്യാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു എംപ്ലോയർ റൗണ്ട് ഇൻ്റർവ്യൂ? എനിക്ക് ആദ്യമേ 2 ഇൻ്റർവ്യൂ കിട്ടിയിരുന്നു. പക്ഷേ അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ സ്പീക്കിംഗ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സ്കൈഹോക്ക് വഴി B2 ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് തന്നു. അത് ഞാൻ ഡെയിലി സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആക്കുകയും എൻ്റെ 3rd അറ്റംപ്റ്റിൽ എൻ്റെ ഇൻ്റർവ്യൂ കിട്ടുകയും ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പാടായിരുന്നു അതോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഹാർഡായിരുന്നു. പക്ഷേ ഡെയിലി സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആയതോടുകൂടി എനിക്കത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റി. അഫ്രിൻ്റെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ് അഫ്രിൻ. അപ്പോൾ എന്തായാലും അഫ്രിൻ ഓൾ ദി ബെസ്റ്റ്.